ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട നീ പോലും ഞെട്ടിപ്പോ. താലി കെട്ടാൻ പെരുവണ്ണാപുരത്തപ്പന്റെ മുന്നിൽ വരെ പോയിട്ട് അത് കെട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാന്നാ നിന്റെ വിചാരം? എടി, താലി കെട്ടാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം നിന്റെ ഭർത്താവ് നിന്നെ ലേറ്റ് ആക്കിയതാ. വഴിയിൽ വണ്ടി നിർത്തി അവനെന്തിനാ വെളിയിൽ നിന്ന് ഫോൺ ചെയ്തത്? ആർക്കാണ് ഫോൺ ചെയ്തത്? അത് മനഃപൂർവ്വ ക്ഷേത്രത്തിലെത്തുന്നത് ലേറ്റ് ആക്കാൻ വേണ്ടിയായിരുന്നില്ലേ? സച്ചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്റെ ഭർത്താവിനെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയില്ലല്ലോ. എനിക്കറിയില്ല, പക്ഷെ മറ്റു പലർക്കും അറിയാം. അതുകൊണ്ടാണ് ഇന്ന് സച്ചി നിന്റെ കഴുത്തിൽ താലി കെട്ടാതിരുന്നത്. ഇതോടെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, സച്ചി ഇനി ഒരിക്കലും ആ താലി നിന്റെ കഴുത്തിൽ കെട്ടില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നേ? സർജറിയുടെ സമയത്താ എന്റെ കഴുത്തിൽ നിന്ന് അത് ഊരി മാറ്റിയത്. പെരുവണ്ണാപുരത്തെ അപ്പന്റെ മുന്നിൽ വെച്ച് കെട്ടിയാ മതിയെന്ന് ഞാനാ പറഞ്ഞത്. ഇന്ന് ഞങ്ങൾ ചെന്നപ്പോ കുറച്ച് ലേറ്റ് ആയി പോയി, അതുകൊണ്ട് കെട്ടിയില്ല. അടുത്ത ദിവസം ഞങ്ങൾ പോയി താലി കെട്ടും. നീ ഞൊട്ടും. ജീവിതത്തില് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നേ ഉള്ളൂ. എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ അത് നേരെയാക്കാൻ നിങ്ങൾ വരണമെന്നില്ല. പിന്നെ ഭാര്യയും ഭർത്താവും ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങൾ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. അതൊക്കെ അവര് തന്നെ പരിഹരിക്കുകയും ചെയ്യും. നിങ്ങളെപ്പോലെ സ്വന്തം കുടുംബം തകർത്ത് ഇങ്ങനെ നാടുതോറും പ്രതികാരമായിട്ട് നടക്കുന്നവർക്കേ ഇതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. അതിന് കുടുംബം എന്താന്ന് മനസ്സിലാക്കണം, ബന്ധങ്ങളുടെ മഹത്വം എന്താന്ന് അറിയണം, അച്ഛന്റെ അമ്മയുടെ സ്നേഹം അറിഞ്ഞു വളരണം. എല്ലാറ്റിനും ഉപരി താലി കെട്ടിയ ഭർത്താവിനോടെങ്കിലും മിനിമം ആത്മാർത്ഥതയും സ്നേഹവും ഉണ്ടാവണം. അതിനു പകരം ചെകുത്താന്റെ മനസ്സുമായിട്ടെ എല്ലാവരെയും നശിപ്പിക്കാന്നുള്ള ചിന്തയും കൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് എന്നെ ഉപദേശിക്കാൻ എന്ത് യോഗ്യതയുള്ളത്? എന്റെ ഭർത്താവിനെ കുറ്റം പറയാൻ എന്ത് അർഹതയെ നിങ്ങൾക്കുള്ളേ? നോക്കിക്കോ, നിങ്ങളുടെ പ്രതികാരത്തിന്റെ തീയില് നിങ്ങൾ തന്നെ എരിഞ്ഞു ചാവും. മേലിൽ എന്റെ ഭർത്താവിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ, അങ്ങ് വരിഞ്ഞാൻ എന്റെ കൈ കൊണ്ട് ഇതിനുള്ള മറുപടിയും തരും. ഭലേ ഭേഷ്, ഭർത്താവിനോടുള്ള നിന്റെ സ്നേഹം അതിങ്ങനെ തുളുമ്പി ഒഴുകുകയല്ലേ? എടി, അവൻ നിന്നെ ചതിക്കുക. അതിനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. നീ ഇപ്പൊ എന്നോട് പറഞ്ഞത് എല്ലാത്തിനുള്ള മറുപടി തെളിവുകളടക്കം വേണ്ട സമയത്ത് നിനക്ക് ഞാൻ തരും. അതുവരെ നിന്റെ ഭർത്താവ് നല്ലവനാണെന്ന് വിശ്വസിച്ച് അവനെയും കെട്ടിപ്പിടിച്ചിരിക്കും. ഇനി അവളൊന്ന് പുകഞ്ഞു തുടങ്ങും. പിന്നെ ഉള്ളിലേക്കൊരു നീറ്റൽ പടരും, സംശയത്തിന്റെ നീറ്റൽ. അതോടുകൂടി സച്ചിയും അവളും തമ്മിലുള്ള സ്നേഹവും സന്തോഷവും എല്ലാം ഇല്ലാതാവാൻ തുടങ്ങും. അങ്ങനെ അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ജീവിതം ഞാൻ കുളം തോണ്ടും.